Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് എല്ലാവരും നോക്കി അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? എന്താണ് സംഭവം? നമ്പറൊക്കെ വന്നിട്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എവിടെ വരിക? പേജ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ ഒക്കെ മറന്നുപോയോ? ഡിസാസ്റ്റർ എവിടെ വരെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്? ബയോളജിക്കൽ ഇന്റഗ്രേഷൻ വരെ അല്ലെ? അപ്പൊ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? ബയോളജിക്കൽ ഇന്റഗ്രേറ്റർ വരെയാന്ന് പറയണം. ഓക്കെ, ആരും പ്രത്യേകിച്ച് ഡൗട്ടൊന്നും പറയുന്നില്ല, വായിച്ചു നോക്കാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. ഇനി നമ്മൾ കണ്ടു അല്ലെ, അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ നമുക്കറിയാം മറ്റുള്ളവർക്കൊക്കെ അണുക്കളപ്പെട്ട മുറിവുകളിലൂടെയൊക്കെ അണുക്കൾ ആഴത്തിൽ പോകാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഉപയോഗിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് സപ്ലൈ ചെയ്യുന്നത് അല്ലെ, ഈ അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റുകളെല്ലാം കളക്ട് ചെയ്യുന്നതും അതേമാതിരി തന്നെ അത് ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കുന്ന സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒക്കെ നടത്തി അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെ, ഓരോ സർജറി വിഭാഗങ്ങൾക്കെല്ലാം കൃത്യസമയത്ത് തന്നെ ഈ എക്യുപ്മെന്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഏത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണേ? ഓക്കെ, CSSD ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഇതുകളാണ് നമ്മൾ കണ്ടത്. ഇനി അതായത് നമ്മൾ കണ്ടിരുന്നു എന്താണ് അത് പ്രത്യേകമായിട്ട് ഓരോ അല്ലെ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അത് എക്യുപ്മെന്റ്സ് ഒന്നും മിക്സ് ചെയ്യാതിരിക്കാൻ തക്ക വിധത്തിൽ ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്ക് വിടുന്നു. ദെൻ അതിനുശേഷം പാക്കിങ്ങും കാര്യങ്ങളും അതിനുശേഷമാണ് എന്താണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നു. ദെൻ എന്താണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോകുന്നു അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോകുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ അവർക്ക് വരുന്ന ഓർഡറുകൾ അനുസരിച്ചിട്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യുന്നു. അവിടെ നമ്മൾ കണ്ടു എന്താണ് പലതരത്തിലുള്ള അല്ലെ ഇൻഡിക്കേറ്റേഴ്സ്, പല ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എക്യുപ്മെന്റിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നതെന്ന് കണ്ടു. കെമിക്കൽ അതേപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ്. കെമിക്കൽ ആണെങ്കിൽ നമുക്കറിയാം ആ ഒരു സ്ട്രിപ്പ് ഓരോ പാക്കിന്റെയും ഒപ്പം അല്ലെ അത് കൊടുത്തിട്ട് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നു. ആ സ്ട്രിപ്പിനൊപ്പമുള്ള കളറ് ഓക്കെ അത് ഫുള്ളി ചേഞ്ചബിൾ ആണ് എങ്കിൽ അതെങ്ങനെ സ്റ്റെറിലൈസേഷൻ നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഫുള്ളി ആ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം അണുക്കളൊക്കെ നശിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബയോളജിക്കൽ അല്ലെ ആ ടെസ്റ്റുകളിൽ എന്താണ് സൂക്ഷ്മജീവികളെ ഒറിജിനൽ ആയിട്ടുള്ള സൂക്ഷ്മജീവി അത്തരത്തിലുള്ള സൂക്ഷ്മജീവികളെയും കൂടി നിക്ഷേപിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നത്. അങ്ങനെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ ആ ജീവികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫുള്ളി ആ എക്യുപ്മെന്റിലൊക്കെ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും കൂടിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് തീരാറായില്ലേ? എല്ലാവരെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരാറായില്ലേ? ഇനി ഒരു എക്സ്ട്രാ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? എടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അല്ല. ഓക്കെ, കുറച്ചും കൂടി എടുക്കാനുള്ളതൊക്കെ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാതെ
ഒട്ടും എടുക്കാത്ത ഒരു ചാപ്റ്റേഴ്സും ഇല്ലല്ലോ. സെക്കൻഡ് മൊഡ്യൂളിൽ കുറേശ്ശെ, അതായത് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ കുറച്ചും കൂടി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ബാക്കിയെല്ലാം ചാപ്റ്റേഴ്സ് ഓക്കെയാണ് അല്ലെ. പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും എടുക്കാനില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ. CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമ്മൾ എന്താണ് കണ്ടായിരുന്നു അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ വിതരണം ചെയ്യുമ്പോൾ എന്താണ് അണുക്കൾ വന്ന് പറ്റിപ്പിടിക്കുന്ന എക്യുപ്മെന്റ്സും ഒക്കെ ആയിട്ട് കൂടി കലരാത്ത തരത്തിലുള്ള പ്രത്യേകം അല്ലെ, അതിന് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലൂടെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ക്രമീകരിക്കുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് തന്നെ ആ ഏരിയ ക്രമീകരിക്കാൻ കാരണം അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരരുത് അല്ലെ. അണുക്കൾ ഈ ഇങ്ങനെ അണുവിമുക്തമാക്കിയിരിക്കുന്ന പ്രോസസ്സുകളൊക്കെ നടത്തിയിരിക്കുന്ന എക്യുപ്മെന്റ് ആയിട്ട് ടച്ച് ചെയ്യരുതെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അസംഷനിലാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് നോക്കാം, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഇതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ദ CSD issue counter in exchange for used one at any time. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എക്യുപ്മെന്റ്സ് കൊടുക്കാം അല്ലെ. അണുക്കള് നിറഞ്ഞ എക്യുപ്മെന്റ്സ് അത് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ അല്ലെ. ക്ലീൻ ആക്കി അണുക്കള് എല്ലാം എന്താണ് വിമുക്തമാക്കിയ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അണുനശീകരണം നടത്തിയ എക്യുപ്മെന്റ്സ് എന്താണ് കൃത്യമായിട്ട് തന്നെ ആ ഒരു എക്സ്ചേഞ്ച് കൗണ്ടറിൽ നിന്നാണ് ഇവർക്ക് കൈമാറ്റം ചെയ്യുന്നത്. സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊവൈഡഡ് അറ്റ് CSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം. ഓക്കെ, അത് ഏത് ടൈമിൽ വേണമെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ റിക്വിസിഷൻ സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗാതേർഡ് ബൈ ദം അറ്റ് CSD കൗണ്ടർ. CSD കൗണ്ടർ വഴി നമ്മൾ കണ്ടു അല്ലെ, റിസീവിംഗ് ഏരിയ ഉണ്ട്, ക്ലീനിങ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ഒക്കെ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വേറൊരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അവിടെ ആർട്ടിക്കിൾസ് ഇൻ കേസ് ഡിമാൻഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ യൂസേഴ്സിന് എന്താണോ ആവശ്യം അല്ലെ, അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആവശ്യം, അത് ഏത് വേണമെങ്കിലും ഏത് ഡെയിലി അല്ലെ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യപ്പെടാം. അവർ ആവശ്യപ്പെടുന്നതിന്റെ ബേസിൽ അല്ലെ, ഇപ്പൊ ഇന്ന് ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് ആദ്യം തന്നെ ആവശ്യപ്പെട്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ അവിടെ അല്ലെ സജ്ജമാക്കിയിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ന്യൂറോളജി സെക്ഷനെങ്കിൽ ന്യൂറോളജി സെക്ഷന് അടുത്ത തയ്യാറാക്കലുണ്ടാവും അല്ലെ. അവരെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ അത് കൃത്യമായിട്ട് തന്നെ അവിടെ തയ്യാറാക്കി വെക്കും അല്ലെ. അതാണ് പറയുന്നത് ആർട്ടിക്കിൾസ് നീഡഡ് ആൻഡ് ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗാതേർഡ് ബൈ them അറ്റ് CSD കൗണ്ടർ. അതേമാതിരി തന്നെ ശേഖരിക്കുന്നതും അല്ലെ, അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശേഖരിക്കുന്നതും കൗണ്ടർ മുഖേന തന്നെയാണ് ശേഖരിക്കുന്നത്. ഗ്രോസറി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, each user's demand for a specific period are delivered at suitable intervals regardless of whether the content have been used or not. യൂസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഈ CSD ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്നതല്ല. അവര് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുക, അതാണ് ഇവരുടെ ഡ്യൂട്ടി അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറം അവർ യൂസ് ചെയ്തോ എന്നുള്ളത് അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. നെക്സ്റ്റ് എന്താണ് കോട്ട സിസ്റ്റം എന്ന് പറയുന്നത്, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റൈൻഡ് ബൈ എ ഡെലിവറി പേഴ്സണൽ ഫ്രം CSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. അതായത് നമ്മളിങ്ങനെ ഫ്രീ ആയിരുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന മുറയ്ക്ക് തന്നെ അങ്ങനെ വിതരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം. ഇപ്പൊ ഈ എക്യുപ്മെന്റ്സ് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി അല്ലെങ്കിൽ നെഫ്രോളജി അല്ലെ, പൾമനോളജി, അങ്ങനെ ഏത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദിച്ചാലും അവിടെ അവർക്ക് എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യണമെങ്കിൽ മതിയായ എന്തവിടെ ഉണ്ടായിരിക്കണം, എന്തുണ്ടായിരിക്കണം, എക്യുപ്മെന്റ്സിന്റെ ചോദിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അല്ലെ. മതിയായ എക്യുപ്മെന്റ്സിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് ചോദിക്കുന്ന മുറയ്ക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ.
അതുകൊണ്ടാണ് പറയുന്നത് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് അവര് അറേഞ്ച് ചെയ്യും അല്ലെ. ഓരോന്നും പാക്കിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അതേമാതിരി തന്നെ അവർ ചോദിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞ കാർഡിയോളജി വിഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആദ്യം അത് സ്റ്റോക്ക് ചെയ്യും അല്ലെ. അതിനുശേഷം ഇവിടെയുള്ള നിലവിലുള്ള സ്റ്റോക്കിൽ നിന്ന് ആദ്യം അതെടുത്ത് അല്ലെ അവര് എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കും. വീണ്ടും ഏതെങ്കിലും വിഭാഗക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് അടുത്ത വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ ആ ഒരു കോട്ട സിസ്റ്റം എന്ന് പറയുന്നത് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻഡ് ബൈ എ ഡെലിവറി പേഴ്സണൽ ഫ്രോം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. അവര് വിതരണം ചെയ്തു വ്യക്തികളെ കൊണ്ട് തന്നെ അല്ലെ അവരെ കൊണ്ട് തന്നെ വിതരണം ചെയ്യാൻ കേസ് നമുക്കറിയാം കൗണ്ടർ മുഖേന തന്നെയായിരിക്കും അവരെ വിതരണം ചെയ്യുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് സ്റ്റോക്കുകള് പ്രീ അറേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോഴൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ക്ലെയിം ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് അല്ലെ. നമുക്ക് ചിലപ്പോഴെങ്കിൽ ഇത് CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് CSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം അല്ലെ. അത് ഏത് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഓപ്ഷനിൽ എല്ലാവരും ഉണ്ടാവും. കോട്ട സിസ്റ്റം ഉണ്ടാവും, ഗ്രോസറി സിസ്റ്റം ഉണ്ടാവും, റിക്വസിഷൻ സിസ്റ്റം ഉണ്ടാവും, ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന ആ ഒരു ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ അണ്ടറിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള വേറെ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്കിനി ഒരുപാട് എടുക്കാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പതിയെ റിമൂവ് ചെയ്തത്. എനിവേ നമുക്ക് ഈ ലെസൺ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് തീരാനുള്ള ടീച്ചേഴ്സിന് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ മാതിരി ചാപ്റ്റർ ജസ്റ്റ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മിസ്സിന് എന്തായാലും ക്വസ്റ്റ്യൻസ് തീർക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭ്യമാക്കും. ഇൻ കേസ് എനിവേ അതിനുശേഷം നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ നമ്മളെടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യും. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി നോട്ട് ചെയ്തൊക്കെ റിവിഷൻ നടത്താനായിട്ട് ശ്രമിക്കാം. അവസരം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ ക്ലിയർ ആവും. ഓക്കെ, നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം അല്ലെ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണോ നടക്കുന്നു പോകുന്നത് എന്നുള്ളത് നിരീക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. വർക്ക് പ്രാക്ടീസസ് must be overseen. A written policy procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterile supplies. അപ്പൊ നമ്മളിങ്ങനെ അണുവിമുക്തമാക്കുക അല്ലെ, അണുവിമുക്തമാക്കുന്ന എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാന ഡ്യൂട്ടിയാണ് CSD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ അണുവിമുക്തമാക്കുന്ന പ്രോസസ്സ് നടത്തണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ജീവനക്കാരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ അത് കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം അല്ലെ. വേണ്ടിയല്ലേ പാക്കിംഗ് ഏരിയയിലെ ആള് മാത്രം അത് നിർവഹിച്ചാൽ മതിയോ? ക്ലറിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യണം, പാക്കിംഗ് ഏരിയയിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യണം. സ്റ്റെറിലൈസേഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് ആ കാര്യം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം അല്ലെ. അതെല്ലാം തന്നെ കൃത്യമായി നിർവഹിച്ചാൽ മാത്രമാണ് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. റിട്ടൺ പോളിസീസ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അവിടെ എന്താണ് റിട്ടൺ ആയിട്ടുള്ള എല്ലാവരും മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടുള്ള മൊത്തത്തിലുള്ള നയങ്ങള് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് അതെല്ലാം തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് എല്ലാ പേഴ്സണലും അല്ലെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സണും റെസ്പോൺസിബിൾ ആണ് എന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ആൻഡ് ഡിസിൻഫെക്ടിങ് ഐറ്റംസ് അല്ലെ. അവിടെ അണുവിമുക്തമാക്കുന്ന ഓരോ ഐറ്റത്തിന്റെ മേലും എല്ലാവരും അവരവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ്
sterile supplies. If a sterility cannot be attained or maintained, the system has failed. ഇവിടെ സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെ, cannot be attained, അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ CSSD ഡിപ്പാർട്ട്മെന്റിന്റെ സിസ്റ്റം എന്തായിരിക്കും? ഫെയിൽഡ് ആയിരിക്കും അല്ലെ. ദ സിസ്റ്റം ഹാസ് ഫെയിൽഡ്. ഓക്കെ ആണോ? അവനവന്റെ ഡ്യൂട്ടി ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് കൃത്യമായിട്ട് തന്നെ അല്ലെ അവരുടെ ആ ഡ്യൂട്ടികളുടെ നിർവഹണം എന്ന് പറയുന്നത് ആ ഒരു അണുവിമുക്തമാക്കുന്ന പ്രോസസ്സ് അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ സിസ്റ്റം എന്ന് പറയുന്നത് ഫെയിൽഡ് ആണ്. ഓക്കെ അല്ലേ? ആണോ? ഇനി അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഇവിടെ ഹാസ് ഫോയിൽഡ് എന്നാണോ കിടക്കുന്നത്? അല്ലല്ലോ, ഫെയിൽഡ് എന്നല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഡീകണ്ടാമിനേറ്റിംഗ് terminally sterilization and cleaning all reusable items of disposable items. അതായത് നമുക്കറിയാം ഡീകണ്ടാമിനേറ്റ് എന്ന് പറയുമ്പോൾ മലിനീകൃതമാക്കാനായിട്ട് അല്ലെ, മലിനമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് എന്താണ്? സ്റ്റെറിലി നമ്മൾ അതിന്റെ ടേം അനുസരിച്ചിട്ട് തന്നെ അണുവിമുക്തമാക്കണം, ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ. ഇൻ കേസ് അത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീയൂസബിൾ ആക്കുക, അതല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഡിസ്പോസ് ചെയ്യാം. അത് മാത്രമല്ല പിന്നെ ഇതെല്ലാം അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് അല്ലെ. നമ്മുടെ ഈ എക്യുപ്മെന്റ്സ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ നടക്കം നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ ഫസ്റ്റ്ലി നമുക്കറിയാം ഒരു ജസ്റ്റ് വാഷ് ഔട്ടിന് ശേഷമായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരിക. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില എക്യുപ്മെന്റ്സുകളെല്ലാം എന്താണ് അണുവിമുക്തമാക്കാനായിട്ട് അത് അണുവിമുക്തമാക്കി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ചിലതൊക്കെ എന്താണ് ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് ആ ടേമുകൾ അനുസരിച്ചിട്ട് ആ ഓരോന്നിന്റെയും എന്താണ് ആ എക്യുപ്മെന്റിന്റെ ടേം അനുസരിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. പാക്കിംഗ് ആൻഡ് ലാബലിംഗ് ഓഫ് ഐറ്റംസ്, അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് അതിന്റെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ പോർഷനിലേക്ക് പറയുന്നതാണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഐറ്റംസ്. അവിടെ അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികൾക്കുള്ള ചുമതല എന്ന് പറയുന്നത് അത് പാക്ക് ചെയ്യണം, ലേബൽ ചെയ്യണം അല്ലെ. ഇതിന്റെ പേര് അനുസരിച്ചിട്ട് തന്നെ അത് പാക്ക് ചെയ്യണം. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ, അതായത് അല്ലെ സ്റ്റെറിലൈസറിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അൺലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഒക്കെ നിർവഹിക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസിംഗ്, ആ പ്രവർത്തനങ്ങളെല്ലാം അല്ലെ ലോഡിങ് അൺലോഡിങ് മാത്രം ചെയ്യാനായിട്ടുള്ള വ്യക്തികൾക്ക് അത് ഡ്യൂട്ടി ഉണ്ടാവും. പക്ഷെ ആ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള വ്യക്തികൾക്ക് അത് അതിന്റെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് ആ റെസ്പോൺസിബിലിറ്റി അവര് നിർവഹിക്കണം. ദെൻ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ, ഓരോ സൈക്കിളിന്റെയും അതായത് ഓരോ പ്രവർത്തനം അല്ലെ. ഈ പറഞ്ഞ ഇത്രയും എണ്ണം ഇവിടേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്, ഇത് ക്ലീൻ ചെയ്തു, ഇത്ര എണ്ണം അത് പാക്കിംഗ് ഏരിയയിലേക്ക് വിട്ടു, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ്സുകളെല്ലാം അവിടെ മസ്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. Then adhering to safety measure and preventive maintenance protocol, അതായത് എന്തെങ്കിലും സുരക്ഷാ സംബന്ധമായിട്ടുള്ള മെഷർമെന്റ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇന്ത്യൻ എക്യുപ്മെന്റ്സിലെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്, അത് പാലിച്ചു പോകണം അല്ലെ. ദെൻ സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്, സ്റ്റെറൈൽ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ, കൃത്യമായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. ദെൻ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്, അതായത് യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് വെക്കുന്നത്. അത് എന്താണ് സ്റ്റെറൈൽ ഐറ്റംസിന് അതായത് യൂസേജിന് വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തുക. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്, അതായത് സ്റ്റെറൈൽ ട്രാൻസ്ഫർ അണുമുക്തമായ സ്ഥലങ്ങളിൽ നിന്ന്
അണുവിമുക്തമായ ഫീൽഡിലേക്ക് തന്നെ അല്ലെ, അണുക്കൾ പറ്റി പിടിച്ചിരുന്ന ഇടങ്ങളിലേക്ക് ഈ അണുക്കൾ അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേഗം കയറ്റിപ്പിടിക്കും അല്ലെ. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആയിരിക്കും തിരിച്ചത് കൊണ്ടുപോകാൻ തന്നെ അല്ലെ. അവിടെ നമുക്കറിയാം എന്താണ് ആ ഏരിയ എന്ന് പറയുന്നത് അണുവിമുക്തമായ ഏരിയ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്. ആ മേഖലയിലേക്ക് സ്റ്റെറൈൽ ചെയ്ത് അണുവിമുക്തമാക്കിയിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയാം. Grocery system എന്ന് പറയുമ്പോൾ each users a demand for a specific period are delivered at the suitable intervals regardless of whether the contents have been used or not. അതായത് അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം whether the contents have been used or not. ഓരോ ഇന്റർവെൽ അനുസരിച്ച് ഓരോരുത്തരും ചോദിക്കുന്നതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റും ചോദിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് സപ്ലൈ ചെയ്യുകയാണ്. ഗ്രോസറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് അവര് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന്, whether the content have been used or not. ആ എക്യുപ്മെന്റ് എന്ന് പറയുന്ന സംഭവം ആ ഡിപ്പാർട്ട്മെന്റ് അത് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് അല്ലെ, അത് വേണ്ടി വരുമോ, ചിലപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ടത് ചിലപ്പോഴെങ്കിൽ ഇന്നൊരു ഓപ്പറേഷൻ തിയേറ്റർ നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരതനുസരിച്ചിട്ട് അവിടെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് അവര് സ്റ്റോക്ക് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്താണ് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് അന്ന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇവര് ഇങ്ങനെ നേരത്തെ കൂട്ടി റെഡിയാക്കി നിർത്തിയതനുസരിച്ചിട്ട് തന്നെ അവരെ കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവും. അപ്പൊ ആണോ ഇൻഫോർമേഷൻസ് ഇങ്ങനെ വേണമെന്നുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവര് സ്റ്റോക്ക് റെഡിയാക്കി വെക്കും. അത് എന്താണ് കൃത്യമായിട്ട് തന്നെ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഡ്യൂട്ടി അല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ സ്പെസിഫിക് പീരിയഡ്, ഒരു നിശ്ചിത സമയത്തേക്ക് അവര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു എക്യുപ്മെന്റിന് വേണ്ടിയിട്ട്. ആർ ഡെലിവേർഡ് അറ്റ് സൂട്ടബിൾ ഇന്റർവെൽസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. അവരെന്ത് ചെയ്യും, അത്
ഡെലിവറി ചെയ്യും അല്ലെ, അത് വിതരണം ചെയ്യും. സൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സമയത്തിന് ഇന്ന സമയത്ത് വേണം എന്നൊക്കെയുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. ആ ടൈമിനുള്ളിൽ തന്നെ അവര് അത് സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാകും. അവർ ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിനെ ബാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അവർ ഉപയോഗിക്കുന്നുണ്ടോ അത് നോക്കാതെ തന്നെയാണ് അവരത് ഡെലിവറി ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും? ഓക്കെ, അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജിംഗ് ചാർജ്. CSSD മാനേജിംഗ് ചാർജിന്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാം. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD, അതായത് CSSD എന്നുള്ള ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ അല്ലെ അത് മേൽനോട്ടം വഹിക്കുന്ന ഒരു നിർവഹണ ആരാണ്? CSSD മാനേജർ ഇൻചാർജ് ആണ്. മൊത്തത്തിലെ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഡ്യൂട്ടി അവർക്കാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം CSSD ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ധാരണയായി അല്ലേ, ആയില്ലേ? അപ്പൊ അവിടെ പല സെക്ഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അവരെ മൊത്തത്തില് എന്താണ് അവരെയൊക്കെ മൊത്തത്തില് മേൽനോട്ടം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? മാനേജർ ഇൻചാർജിന് ഉള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഈ അണുവിമുക്ത പ്രോസസ് ഒക്കെ അത് കൃത്യമായിട്ട് തന്നെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ചില ആളുകളൊക്കെ നശിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണത് ആ പ്രവർത്തനമൊക്കെ സാധ്യമാക്കേണ്ടത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക അല്ലെ. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് അതെല്ലാം ഇദ്ദേഹത്തിന്റെ തന്നെ ജോബിൽ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്, അതായത് എല്ലാവരെയും മേൽനോട്ടം വഹിക്കുക. ഇപ്പൊ എന്താ പറയുക, റിസീവിങ് ഏരിയ ആണെങ്കിലും പാക്കിംഗ് ഏരിയ ആണെങ്കിലും ഓപ്പറേഷൻ അവരുടെ സ്റ്റെറിലൈസേഷൻ എന്ന പ്രവർത്തനം നടക്കുന്ന ഏരിയ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് അവിടെ സൂപ്പർവൈസ് ചെയ്യുക, എല്ലാവർക്കും മേൽനോട്ടാകാനായി വർദ്ധിക്കുക. ഗൈഡിങ്, അപ്പൊ ഇങ്ങനെ മേൽനോട്ട ചുമതലയൊക്കെ നിർവഹിക്കുമ്പോഴായിരിക്കും ചില കാര്യങ്ങളൊക്കെ അല്ലെ ഈ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്, ഫോളോ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്നൊക്കെയുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അതിന്റെ ട്രെയിനിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ റോങ് ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള ഡ്യൂട്ടികളുടെ ചുമതല ആർക്കാണ്? മാനേജർ ഇൻചാർജിനാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്, അതായത് നമുക്കറിയാം ഓരോ ഡ്യൂട്ടിക്ക് അല്ലെ ഓരോ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സപ്ലൈ ഒക്കെ മസ്റ്റായിട്ടും ഏത് ടൈമിലും മെയിൻ ചെയ്തുകൊണ്ട് തന്നെ അല്ലെ അവിടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് തന്നെ ഡ്യൂട്ടി ഇടേണ്ടതുണ്ട്. അപ്പൊ ഏതൊരു പാക്കിംഗ് ഏരിയ ആണെങ്കിലും ടെക്നിക്കൽ ഏരിയ, അതായത് ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്ന ഏരിയ ആണെങ്കിലും റിസീവിംഗ് ഏരിയ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണെങ്കിലും അവിടെയൊക്കെ ഡ്യൂട്ടികൾ അവർക്ക് അനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. അതിനുള്ള ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നതും അതിനുള്ള ഡയറക്ഷൻ ഒക്കെ കൊടുക്കുന്നതും ആര് തന്നെയാണ്? മാനേജർ ഇൻചാർജ് ആണ്. ഓൾട്ടറിംഗ് റിസോഴ്സസ്, അലോട്ടിംഗ് റിസോഴ്സസ്, അതായത് നമുക്കറിയാം അല്ലെ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്തണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ വേണമെന്നറിയാം. അതായത് ക്ലീനിങ് തുടങ്ങി അല്ലെങ്കിൽ പാക്കിംഗ് ഏരിയയിൽ ആവശ്യമായ സംഭവങ്ങളുണ്ട്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്തുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ കണ്ടിരുന്ന കെമിക്കൽ സ്റ്റെറിലൈസേഷൻ വേണ്ടി നടത്താം അല്ലെ, അല്ലാതെ ഓട്ടോക്ലേവ് പോലെയുള്ള സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്താം. അപ്പൊ ഏത് തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ആണോ അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഘടിപ്പിച്ച് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റിസോഴ്സസുകളുടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പരിഹരിച്ച് നിർവഹിക്കേണ്ടതും മാനേജർ ഇൻചാർജ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. ഇതാണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും എന്ത് കാര്യമാണെങ്കിലും ചെലവ് കുറയ്ക്കണം അല്ലെ, ചെലവ് കുറയ്ക്കാനുള്ള സൂക്ഷ്മ പരിശോധന, അത് കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഓരോ തലങ്ങൾ അല്ലെ, ഇപ്പൊ ഒന്നിച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റാനാണെങ്കിൽ
ഒന്നിച്ചൊക്കെ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. കോസ്റ്റ് എവിടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അവിടേക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പാക്കേണ്ടതും മാനേജർ ഇൻചാർജ് ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അതായത് നമുക്കറിയാം അല്ലെ, ഇവിടെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മതിയായ രീതിയിൽ അവിടെ ഉണ്ടാവണം അല്ലെ. മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്, അവിടെ എന്താണ് ഓരോ ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യണമെങ്കിൽ മതിയായ സ്റ്റോക്കും അവിടെ വേണം അല്ലെ. മതിയായ സ്റ്റോക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി അവലംബിച്ച് മാത്രമാണ് കൃത്യമായിട്ട് തന്നെ ആ സ്റ്റോക്ക് ക്രമീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, പാക്കിംഗ് ചെയ്യുക, അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുക അല്ലെ. ഒരു സ്റ്റെറിലൈസേഷൻ നിർവഹിക്കുക. അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റിൽ വരുന്നത് പ്രൊഡക്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് പ്രൊഡക്റ്റ് നമ്മള് ഓക്കെ അങ്ങനെ വരുമ്പോഴും ഓക്കെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇൻ കേസ് ഒരു നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ചിലപ്പോൾ ആ എക്യുപ്മെന്റ് കംപ്ലീറ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എക്യുപ്മെന്റ് ഉണ്ടാവില്ല അല്ലെ. ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പ്രൊഡക്റ്റ് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് ഇതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കുമ്പോൾ അവിടെ മതിയായ സ്റ്റോക്ക് ഉണ്ടാവണം അല്ലെ. സ്റ്റോക്ക് ഉണ്ടായാൽ മാത്രമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പറയുന്നതനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് അനുസരിച്ചിട്ട് തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് അവരുടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താണ് അവിടെ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യണം അല്ലെ. അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ തലത്തില് അത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് അത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് റെഡിയാക്കി നിർത്തുന്നതോടൊപ്പം തന്നെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത് കൈകാര്യം ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. CSSB മുഴുവനായിട്ടൊന്ന് വായിക്കാം. ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എടുത്തത് എന്തെങ്കിലും ഡൗട്ടുകള്? അതുപോലെ ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് CSSBയുടെ ഫുൾ ഫോം എന്തായാലും മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അവിടെ എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനം എന്നുള്ളത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക.
സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, അണുവിമുക്തം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ഒന്ന് ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ അണുവിമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ടൊക്കെ വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലാണ് ഒരു വലിയ മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉള്ളതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ഇതില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. എന്തായാലും അണുമുക്തമാക്കുന്ന എക്യുപ്മെന്റ്സ് തന്നെയായിരിക്കും ഏതൊരു ഹോസ്പിറ്റലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള CSTയുടെ ഫുൾ ഫോം ഒക്കെ മനസ്സിലാക്കാം. അതേമാതിരി തന്നെ എന്താണ് പ്രധാനമായിട്ടും ആ ഒരു പ്രവർത്തനം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വളരെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ ജസ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതില് നമ്മൾ പറഞ്ഞ മാതിരി കുറച്ച് ഡയഗ്രാംസുകളുണ്ട് അല്ലെ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓർഗനോഗ്രാം, അതായത് അവരുടെ ഡ്യൂട്ടി ആരുടെ അണ്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ റെസിപ്റ്റ് ഏരിയ, അതായത് ഈ ഒരു ഡയഗ്രാം അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം വിട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഫങ്ഷണൽ ഏരിയ CST അതും ഇങ്ങനെ ഒരു ഓർഡറായിട്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കുക. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ. നമ്മളിപ്പോ ചിലപ്പോ പാക്കിംഗ് ഏരിയ ഒക്കെ കൊണ്ടത് ലാസ്റ്റിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മിസ്റ്റേക്ക് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. റിസീവിങ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പാക്കിംഗ്, വീണ്ടും അണുക്കളെ വിമുക്തമാക്കിയതിന് ശേഷവും അണുക്കളൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നേരത്തെ കൂടി ഒരു പാക്കിംഗ് ഒക്കെ നിർവഹിച്ച് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് വിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോട്ട് ചെയ്യാം. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ചാപ്റ്ററിലും ഒരു 3-4 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വലിയ ചാപ്റ്റർ ഒക്കെയാണ് അല്ലെ, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഒരു 5-8 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കാനുള്ളൂ. ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം. നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോയ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. തന്നെ അതേമാതിരി തന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ഏരിയകളൊക്കെ നിങ്ങൾ ഓർഡർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. എന്താണ് അതിലൊന്നും പ്രത്യേകിച്ച് അല്ലെ, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട്, അതായത് ഓർമ്മയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട. അതിങ്ങനെ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പോയാൽ അല്ലെ. ഇനി ഇവിടെ പ്രധാനമായിട്ടും പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. PTO അല്ലെ, അത് ഇത്തലൈൻ എന്താണ് ഓക്സൈഡ് മെഷീൻ അല്ലെ, അത് മസ്റ്റായിട്ട് ആ ഒരു അബ്രിവേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. എന്താണ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എമർജൻസി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറിലൈസർ ഏതാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വാഷ് സ്റ്റെറിലൈസർ അല്ലെ, അത് മനസ്സിലാക്കുക. This machine is largely used in operation theater for emergency purposes. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. ഇതേമാതിരി തന്നെ അവിടെ സ്റ്റോക്ക് എങ്ങനെയാണ് കൊടുത്തു വിടുന്നത് അല്ലെ. ഫസ്റ്റ് ഔട്ട് ആരാണോ ആദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് അവർക്കാണ് ആദ്യം സ്റ്റോക്ക് കൊടുക്കുക അല്ലെ. പിന്നീട് വരുന്ന ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണ് അവർക്ക് സപ്ലൈ ആദ്യം ചെയ്യുക. എന്താണ് നമ്മൾ കണ്ടു അല്ലെ, ഇവിടെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പൊതുവെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആ ഒരു 2 പാരഗ്രാഫ് മസ്റ്റായിട്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്. അതായത് കെമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് സ്റ്റെറിലൈസിംഗ് അല്ലെ, അവിടെ ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസർ ഈസ് വർക്കിംഗ്. ദേ ആർ മെയിൻലി ടൈപ്പ് ഓഫ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ്, സോറി അത് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഭാഗമാണ്, അത് പഠിക്കേണ്ട. അപ്പൊ ഇവിടെ പൊതുവെ ചോദ്യങ്ങൾ പൊതുവെ കാണുന്നത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അനദർ നെയിം, അതല്ലെങ്കിൽ എന്താണ് ദേ ആർ ലിവിംഗ് ക്രിയേച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. അതായത് കൂടുതലായിട്ടും അവരുടെ അല്ലെ ക്രിയേച്ചർ നോക്കിയിട്ടാണ് അല്ലെ, സച്ച് ആസ് നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂബിലൂടെ ഒക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ജീവികൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്തതിനു ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ സക്സസ് ആയി എന്നുള്ളത് തീരുമാനത്തിലെത്തുന്നത്. അപ്പൊ അത് വെരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ് കൃത്യമായിട്ട് തന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കുന്നത്. എന്താണ് അടുത്തതായിട്ട് നമ്മൾ എന്താ പഠിച്ച
ഞാൻ പഠിപ്പിച്ചപ്പോ തന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് പറഞ്ഞിരുന്നു. അതായത് മിക്കപ്പോഴും ഞാൻ മോക്ക് ടെസ്റ്റിൽ എന്തായാലും നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോസ്റ്റ്ലി ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും കിട്ടും ഇല്ലേ? കിട്ടാറില്ലേ? നിങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? എന്ത് ചെയ്യാറുണ്ടോ? ഇല്ലേ? മോക്ക് ടെസ്റ്റ് ചെയ്യാറില്ലേ നിങ്ങള്? നമ്മളൊന്നിച്ച് ഓക്കെ അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ടൈമില് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതായത് പരമാവധി വരാനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ മോസ്റ്റ്ലി നിങ്ങൾ അത് വായിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം അല്ലെ ഇതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ? ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നോട്ടിങ്ങിലൂടെ എന്തായാലും ക്ലാസ് കഴിയാറായി. അത് കുഴപ്പമില്ല, നമ്മള് റെക്കോർഡ് ക്ലാസ് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ സിമ്പിൾ ചാപ്റ്റർ ആണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻ കേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോൾ ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താണ് അതേമാതിരി തന്നെ ചിലപ്പോഴൊക്കെ അല്ലെ ഇതിൽ പെടാത്തത് ഇപ്പോ ഇവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അതെ അതെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചില റെസ്പോൺസിബിലിറ്റീസ് തരുമ്പോൾ അവിടെ കൂട്ടത്തിൽ പെടാത്തത് അല്ലെ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് എല്ലാരും പഠിച്ചു വെക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക, വേറെ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നത് അല്ലെ നോട്ട് ഇൻക്ലൂഡഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ഓക്കെ നമ്മളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മോണിറ്റർ ചെയ്യേണ്ടതുള്ളൂ അല്ലെ. അതല്ലാതെ കയറി വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ച് ആൻസറിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഓരോ അല്ലെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. സൂപ്പർവിഷൻ ഓഫ് CSD, display the sterilization process, supervising, guiding and training staff, directing and duty roster and records, allotting resources. Resources എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എല്ലാവർക്കും കൊടുക്കേണ്ടതായ ഇപ്പൊ പാക്കിംഗ് ഏരിയയിലേക്ക് പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ സ്റ്റെറിലൈസ് ചെയ്യേണ്ട വസ്തുക്കൾ അവിടെ കൃത്യമായിട്ട് എത്തിക്കണം അല്ലെ. ഇൻ കേസ് എന്താണ് എന്തെങ്കിലും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ക്ലറിക്കൽ ആയിട്ടുള്ള ആവശ്യകതകൾ നിറവേറ്റേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെയൊക്കെ അവൈലബിലിറ്റി ഉറപ്പാക്കണം. അങ്ങനെ അല്ലേ എല്ലാ റിസോഴ്സസുകളും അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള ഓരോ പേഴ്സൺസിനും റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് തന്നെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് മാനേജറിന്റെ അല്ലെ അവിടെ മാനേജർ ഇൻചാർജിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ നമ്മളിപ്പോ എടുത്ത ഭാഗങ്ങള് ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സിലൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി അല്ലെ നോട്ട് ചെയ്ത് പോകേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ CSD ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എന്താണ് CSD എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടനൈസ് എന്ന് പറയുന്ന സൂക്ഷ്മ പരിശോധന. Cost control measure to scrutinize and decrease the number of sector. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നമ്മളിപ്പോ സ്ക്രൂട്ടനൈസ് ഇപ്പൊ അവിടെ എന്താണ് ടൈം മനസ്സിലായോ? അതായത് കോസ്റ്റ് ചുരുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുക, പരിശോധിച്ചറിയുക. എന്നിട്ട് അവിടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള മാർഗം അല്ലെ. നമ്മളിപ്പോ ക്ലീനിങ് കാര്യങ്ങളിൽ കുറച്ച് അല്ലെ കൂടുതൽ ചെലവാക്കും. ഓക്കെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യാനായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട്
അതാണ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ലിസ്റ്റ് വായിച്ച് നോക്കാം. ഈ ചാപ്റ്ററെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കി പോവാ. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇനി സെപ്പറേറ്റ് സമയം കണ്ടെത്തണ്ടല്ലോ. CSD ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്താ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലെ, അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ഒരു വാഷൗട്ട് ഒക്കെ കഴിഞ്ഞെത്തുന്നു. അത് എന്താണ് അവിടെ സ്വീകരിക്കാനായിട്ടൊരു വിൻഡോ മാർഗം വഴി തന്നെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിലൂടെ അത് സ്വീകരിക്കുന്നു. അവിടെ എന്താണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നു അല്ലെ. അതുമാതിരി തന്നെ നെക്സ്റ്റ് എന്താണ് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോക്ലേവ് മുഖേന സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്തുന്നു. സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് ഓരോ വിതരണക്കാർക്കും അല്ലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതായത് വിതരണക്കാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെ അവരെ സ്വീകരിക്കുന്ന ആദ്യം കിട്ടുന്ന ഓർഡർ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. ആ സപ്ലൈക്ക് അനുസൃതമായിട്ട് തന്നെ എക്യുപ്മെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കണം, കരുതി വെക്കണം. ഇതെല്ലാം അവർ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ അവർക്ക് അത് സപ്ലൈ ചെയ്ത് കൊടുക്കണം. അതാണ് പ്രധാനമായിട്ട് CSDയുടെ ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് തന്നെ സൂപ്പർവൈസ് ചെയ്ത് അല്ലെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെ നിർവഹിച്ചു പോയാലാണ് ആ ഒരു സിസ്റ്റം കൊണ്ട് ഒരു അല്ലെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നത്. ആ സിസ്റ്റത്തിന് ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോകാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.